ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ കുളിക്കണോ വേണ്ടയോ, അതുപോലെ പുലയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അസ്ഥി തൊട്ടടുത്ത ദിവസം തന്നെ പുഴയിൽ ഒഴുക്കാറുണ്ട്, അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒഴുക്കാറുണ്ട്. ചിലപ്പോൾ ചില സമുദായങ്ങളിൽ 5-ാം ദിവസമാണ് ഒഴുക്കുന്നത്. ചിലർ 16ൻ്റെ അന്നായിരിക്കും ഒഴുക്കുക, ചിലർ 41 ദിവസം വെച്ചിട്ടായിരിക്കും ഒഴുക്കുക, ചിലർ 1 വർഷം വരെ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും അവിടെ പറയുന്ന നിയമങ്ങളനുസരിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആഗ്രഹപ്രകാരമൊക്കെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പുഴയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒഴുക്കി കളയുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. അപ്പം അങ്ങനൊരു വീട്ടിൽ പുല എത്ര ദിവസം കാണുമെന്ന്? 10 ദിവസം പുല കാണും. ഈ 10 ദിവസം നാം ആ വീട്ടിൽ പോയി സന്ദർശിച്ചാൽ തീർച്ചയായും തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ കയറുന്നതിന് നമ്മൾ കുളിക്കുക തന്നെ വേണം. അറ്റ്ലീസ്റ്റ് കുളിച്ചില്ലെങ്കിലും കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയേ പറ്റൂ. അന്ന് അവിടെ സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ജേംസും അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നില്ല, അതൊക്കെ പോയിരിക്കും. എന്നിരുന്നാലും കുറച്ചൊക്കെ അവിടെ കാണും. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവരുടെ ബോഡിയിലും കാണും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ കയ്യും കാലും ഒന്ന്, അതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തെപ്പോഴും ഒരു ടോയ്ലറ്റ് വയ്ക്കുന്നതും അതിനൊരു പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നത്, ഇതുപോലെ അവസരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ 10 ദിവസം ആ പരി ഉണ്ടായിരിക്കും. ആ 10 ദിവസം ആ വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ട. ആ വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യും കാലും മുഖം കഴുകും. ആ 10 ദിവസം അതിനകത്ത് താമസിക്കുന്ന ക്ലോസ് റിലേറ്റീവ്സിന് അമ്പലങ്ങളിലും പോകാനും പാടില്ല. അപ്പം പുര എത്ര ദിവസമുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏത് കാര്യത്തിനും, ഒരു പ്രസവമായിരുന്നാലും ഒരു മരണമായിരുന്നാലും പുല 10 ദിവസമാണ് മിനിമം. ആ 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ശുദ്ധികലശമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നല്ല കാര്യം ചെയ്യുള്ളൂ, ചിന്തിക്കാനും പാടുള്ളൂ എന്നുള്ളത്. ഇപ്പോഴും പല മരണ വീടുകളിൽ വന്നിരുന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ കാണുമ്പോൾ അയാളിങ്ങനെ മരിച്ചു, അയാൾക്ക് എന്തായിരുന്നു, എത്ര വയസ്സായി എന്നുള്ള ചോദ്യങ്ങളല്ല അവിടെ സംസാരിക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം എങ്ങനെ മരിച്ചു, ഇപ്പോൾ പിന്നെ തൻ്റെ മോളുടെ കാര്യം എന്തായി, തൻ്റെ മോൻ്റെ കാര്യം എന്തായി, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുവർത്തമാനം അവിടെ കൂടുന്നത്. കഴിയുന്ന ഒഴിവാക്കുന്നത് നന്നായിരിക്കും.